അടക്കം ഞാൻ ലേശനായിട്ട് വരും. കളിക്കുന്ന തിരക്കിലാലോ. ഞാൻ നമ്മളെ സ്ഥാനാർത്ഥിന്റെ തന്നെ വീടൊന്നും കയറിയിട്ട് വരും. ഒരു കളി കളിച്ചിട്ട് അല്ലല്ല, എന്തായാലും വീട് കയറുന്നുണ്ട്, കുറച്ചും കൂടി വീടുണ്ട്. ഞാൻ പോയിട്ട് വേഗം വരാം. എന്നിട്ട് നമുക്ക് കളിക്കാം. ഇവനെന്തിന്റെ സൂക്കേടാടോ, വീട് കാര്യം പോന്നു, വേറെ പണിയൊന്നുമില്ലായിട്ട്. എല്ലാ ബാബുട്ടാ ഇതെന്ത് വർത്താനം പറയുന്നത്? ഇവിടെ ഉണ്ണി, എൻ്റെ വീട്ടിൻ്റെ മുമ്പിലുള്ള സ്ട്രീറ്റ് ലൈറ്റ് ഇന്ന് വരെ ശരിയായോ? അതുപോലെ എൻ്റെ വീടിൻ്റെ ബേക്കിലുള്ള ആ ഇട ഇന്ന് വരെ വൃത്തിയാക്കിയിരിക്കണം. പിന്നെ എന്തിനാടോ വോട്ട് ചെയ്യുന്നത്? അയാൾ മനുഷ്യനും പോവാത്ത ഇടയിൽ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. എത്ര ഇട ഇപ്പോൾ റോഡായി കോൺക്രീറ്റ് ചെയ്ത്, അതൊന്നും നിങ്ങൾ കാണുന്നില്ലല്ലോ. അല്ല ബാബു, നിങ്ങൾ എന്ത് വർത്താനം പറയുന്നത്? കൊറോണ വന്ന സമയത്ത് നിങ്ങൾ ഇവിടെ ഇല്ലല്ലോ. ബാബു, കൊറോണ കാലത്ത് ഇഞ്ഞിവിടെ ഇല്ലല്ലോ. ആ കാലത്ത് എല്ലാ വീടുകളിലും ആവശ്യമായ കാര്യങ്ങളെല്ലാം ചെയ്തത് ഈ സുരേഷിൻ്റെ നേതൃത്വത്തിലാണ്. ബാബോട്ടാ, നിങ്ങളൊരു കാര്യം ചെയ്യും, വീട്ടിൽ പോയിട്ട് നിങ്ങൾ അമ്മയോടും ഭാര്യയോടും ചോദിച്ചത്, അമ്മക്ക് കൊറോണ വന്നിട്ട് ശ്വാസം കിട്ടാണ്ട് സമയത്ത് ആരാ സഹായത്തിനെത്തിയത്? അതെന്ത് പറയാനാ, അത് നമ്മളെ നാട്ടുകാരെന്ന് എനിക്ക് അറിഞ്ഞൂടെ? എന്ത് നാട്ടുകാർ? ഏത് നാട്ടുകാരാ പോകട്ടെ നിങ്ങൾ പറയുന്നത്? കൊറോണ വന്ന സമയത്ത് അന്യോന്യം ആരും വീട്ടിൽ പോകാത്ത സമയത്ത് നമ്മളെ സുരേഷും ഡിവൈഫൈൻ്റെ മക്കളെയും ചേർന്നിട്ട് ഓരോ വീട്ടിൽ കയറിയിട്ടും മരുന്നും ഭക്ഷണവും വേണ്ട എല്ലാ കാര്യവും ഓലിക്ക് എത്തിച്ചു കൊടുക്കുന്ന സുരേഷല്ലേ. നിങ്ങൾ ഈ കണ്ട ഇടേൻ്റെ മുക്കിൻ്റെ കാര്യം പറയാണ്ട് നിങ്ങളുടെ നാട്ടിൽ നടക്കുന്ന നല്ല കാര്യങ്ങളുണ്ട്, അതിനെപ്പറ്റി ഒന്ന് അന്വേഷിച്ച് നോക്ക്. സുഹൃത്തുക്കളോടൊന്ന് അന്വേഷിച്ച് നോക്ക്. അല്ല, കാര്യങ്ങളെല്ലാം ഞാൻ അറിയും, പക്ഷെ സുരേഷാണ് ഇതിനൊക്കെ നേതൃത്വം കൊടുത്തെന്നുള്ള യഥാർത്ഥത്തിൽ ഞാൻ അറിയില്ല. ബാബുട്ട കാര്യങ്ങളൊക്കെ ഇപ്പൊ മനസ്സിലായല്ലോ നിങ്ങൾക്ക്? നമ്മളെ സ്ഥാനാർത്ഥിയും ടീമെല്ലാം വരുന്നുണ്ടല്ലോ. എന്താ നിങ്ങളോടൊന്നും പറയണ്ടല്ലോ. ഓ സെറ്റ് സെറ്റല്ലേ? രാമ, ഉണ്ണി, ബാബോട്ടാ, ഇപ്രാവശ്യത്തെ വോട്ട് എന്ത് തന്നെയായാലും എനിക്ക് തന്നെയായിരിക്കണം. എന്തായാലും ഈ പ്രാവശ്യത്തെ വോട്ട് ഞാൻ പാഴാക്കാൻ തീരുമാനിച്ചിട്ടില്ല. നമ്മുടെ വാർഡിൻ്റെ വികസനത്തിന് വേണ്ടി എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വോട്ട് ഈ പ്രാവശ്യം സുരേഷിന് തന്നെയാണ്.